ഖുർആൻ ക്ലാസ്സിൽ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 14 വാക്യങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 14-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ട് വളരെ വിശദമായി തന്നെ സംസാരിച്ചത് ഖുർആനിലെ ഭ്രൂണശാസ്ത്രം ആണ്. ഭ്രൂണശാസ്ത്രം വിവരിക്കുന്ന കുറേ വാക്യങ്ങൾ ഖുർആനിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരേപോലെ ആവർത്തിക്കുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഇനി അതിനെ തുടർന്ന് 15-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് പിന്നീട് നിശ്ചയമായും നിങ്ങൾ അതിനുശേഷം മയ്യത്തുകളാകുന്നു എന്നാണ്. ഇങ്ങനെയൊക്കെ കളിമണ്ണുകൊണ്ട് ആദ്യം ഉണ്ടാക്കി, പിന്നെ ശുക്ലത്തുള്ളി കട്ട പിടിച്ചുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ മയ്യത്താക്കി. അങ്ങനെ മയ്യത്താക്കിയതിന് ശേഷം 16-ാം വാക്യം പിന്നെയും ഖിയാമത്ത് നാളിൽ നിശ്ചയമായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ മരിച്ചതിന് ശേഷം പിന്നെ ഖിയാമത്ത് നാളിൽ വീണ്ടും ജീവിപ്പിക്കും. ഇതാണ് സൃഷ്ടിയുടെ മഹാത്മ്യമൊക്കെ പറഞ്ഞിട്ട് അവസാനം പുനഃസൃഷ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നേരെ സൃഷ്ടിയുടെ വേറൊരു കോലം വിവരിക്കുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടി കഴിഞ്ഞ് ഇനി ആകാശവും ഭൂമിയും മറ്റു കാര്യങ്ങളും സൃഷ്ടിച്ചതിൻ്റെ വിവരങ്ങളാണ് ഇനി പറയുന്നത്. 17-ാമത്തെ വാക്യം വലഖദ് ഖലഖ്നാ ഫൗഖക്കും സബ്അ തറായിഖ വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ. തീർച്ചയായും നിങ്ങൾക്ക് മീതെ നാം 7 മാർഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, സൃഷ്ടിയെക്കുറിച്ച് നാം അശ്രദ്ധരായിരുന്നുമില്ല. ഇവിടെ 7 മാർഗങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് 7 ഗ്രഹമാർഗങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പഴയകാല വ്യാഖ്യാനങ്ങളിൽ പറയുന്നു. യഥാർത്ഥത്തിൽ 7 ഗ്രഹമാർഗങ്ങൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലുള്ള 7 ആകാശങ്ങളും. ഇത് രണ്ടും ഒന്നാണ് എന്ന് ഇന്നത്തെ വ്യാഖ്യാതാക്കൾ സമ്മതിക്കുന്നില്ല. പക്ഷേ പഴയകാലത്തെ വ്യാഖ്യാതാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളതും വിശദീകരിച്ചിട്ടുള്ളതും. കാരണം പണ്ട് കാലത്ത് മനുഷ്യർ ആകാശത്തേക്ക് നിരീക്ഷിച്ചപ്പോൾ അവിടെ ചില നക്ഷത്രങ്ങളാണോ ഗ്രഹങ്ങളാണോ എന്നൊന്നും അന്ന് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ചില നക്ഷത്രങ്ങൾ അവരുടെ ദൃഷ്ടിയിൽ ഇങ്ങനെ സ്ഥാനം മാറി മാറി പോകുന്നതായിട്ട് അവർ കണ്ടു. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ ഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്നതായിട്ടും ആകാശത്ത് മറ്റു നക്ഷത്രങ്ങളൊക്കെ സ്ഥാനം വ്യത്യാസമില്ലാതെ ഒരേ സ്ഥലത്ത് തുടരുമ്പോൾ ഇവർ 5-6 പേരിങ്ങനെ സ്ഥാനം മാറിപ്പോകുന്നതായിട്ട് നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർ ചില കഥകൾ മെനഞ്ഞുണ്ടാക്കി. ആ സ്ഥാനം മാറിപ്പോകുന്ന നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളല്ല എന്നും അത് നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളാണ് എന്നൊന്നും അന്ന് ആളുകൾക്ക് അറിവുണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീടാണ് കണ്ടെത്തുന്നത്. പക്ഷേ നക്ഷത്രങ്ങൾ തന്നെയാണ്. പക്ഷേ നക്ഷത്രങ്ങൾ സാധാരണ നക്ഷത്രങ്ങളെ പോലെ സ്ഥിരമായി നിൽക്കുകയല്ല, സ്ഥാനം മാറുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനം മാറുന്ന നക്ഷത്രങ്ങൾക്ക് എന്തോ സവിശേഷത ഉണ്ട് എന്ന് മനുഷ്യർ സങ്കല്പിക്കുകയും അവരെല്ലാം ദേവന്മാരായിട്ട് കഥകൾ മെനയുകയും ചെയ്തു. അങ്ങനെ സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെ ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആകാശഗോളങ്ങളെയെല്ലാം ദൈവങ്ങളായിട്ട്, ദേവന്മാരായിട്ടും ദേവിമാരായിട്ടും ഒക്കെ സങ്കല്പിച്ച് കഥകൾ മെനഞ്ഞുണ്ടാക്കിയവരാണ്. അങ്ങനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കാവുന്ന ഈ 7 സാധനങ്ങൾ, സൂര്യനും ചന്ദ്രനും ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി, ഇങ്ങനെയുള്ള ഈ 7 ആകാശഗോളങ്ങൾ ദൈവങ്ങളായിട്ട് സങ്കല്പിച്ചു. എന്നിട്ട് ആ ദൈവങ്ങൾ ഓരോരുത്തരും സഞ്ചരിക്കുന്ന 7 പ്രത്യേക മാർഗങ്ങൾ ആകാശത്തുണ്ട് എന്നും ആ 7 മാർഗങ്ങളും ചേർന്ന 7 തട്ടുകളാണ് ആകാശം എന്നും അങ്ങനെയാണ് അവർ കണക്കാക്കിയത്. ഓരോ ദൈവങ്ങൾക്ക് താമസിക്കാനുള്ള ഓരോ തട്ടുകളായിരുന്നു ഓരോ ആകാശം. ഓരോ ദൈവങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ് ഈ സപ്തമാർഗങ്ങൾ എന്ന് പറയുന്ന ആകാശമാർഗങ്ങൾ. ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് മനുഷ്യർ ആകാശത്തേക്ക് നോക്കി സങ്കല്പിച്ചിരുന്നത്. അതുതന്നെയാണ് അറേബ്യയിലും പ്രചാരത്തിലുണ്ടായിരുന്ന കഥകളുടെ അടിസ്ഥാനം. മുഹമ്മദും വിശ്വസിച്ചിരുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഈ 7 ആകാശങ്ങൾ തട്ടുതട്ടായി വെച്ചത്. കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അറബികളോട് ഇങ്ങനെ ആയത്തുകൾ ഇറക്കിയിരുന്നത്. കാരണം അന്നത്തെ അറബികളൊക്കെ ഈ കഥകളെല്ലാം കേട്ട് വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവരോട് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആ കാണുന്നുണ്ട് എന്നതായിരുന്നു അവരുടെ ഉത്തരം. അല്ലാതെ അവരാരും അത് കാണുന്നില്ലല്ലോ എന്ന് ഇന്ന് നമ്മൾ പറയുന്നത് പോലെ പറഞ്ഞിട്ടില്ല. കാരണം അവരൊക്കെ കണ്ടിരുന്നു.
നമ്മളെന്താണോ വിശ്വസിക്കുന്നത്, നമ്മൾ എന്ത് കഥയിലാണോ വിശ്വസിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ കാഴ്ചകൾ നമ്മൾ വ്യാഖ്യാനിക്കുക. അങ്ങനെ അവരും 7 ആകാശങ്ങളുള്ളതായിട്ടും 7 ആകാശമാർഗ്ഗങ്ങളുള്ളതായിട്ടും ഈ 7 ആകാശമാർഗ്ഗങ്ങളിൽ 7 ദേവന്മാർ സഞ്ചരിക്കുന്നതായിട്ടും ഒക്കെ സങ്കല്പിച്ചിരുന്നു. ഈ ദേവന്മാരെക്കുറിച്ചൊക്കെയുള്ള കഥകൾ ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയല്ല. അത് ഇന്ത്യയിലൊരു കഥയാണെങ്കിൽ ബാബിലോണിയയിൽ വേറെ കഥയായിരുന്നു, ഈജിപ്തിൽ വേറെ കഥയായിരുന്നു, ഗ്രീസിൽ വേറെ കഥയായിരുന്നു. അങ്ങനെ പലതരം കഥകളാണ് ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട്. ആകാശത്തു കൂടെ ഇങ്ങനെ 5-6 പേരിങ്ങനെ നീങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഉണ്ടാക്കിയ സങ്കല്പം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 7 ആകാശങ്ങൾ എന്ന കഥ തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. ആ കഥയാണ് മുഹമ്മദ് 7 ആകാശങ്ങൾ തട്ടുതട്ടാക്കി വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ഈ വെളിപാടായിട്ട് ഇറക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ അന്നത്തെ കഥയിൽ നിന്ന് മുഹമ്മദ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് 7 മാർഗ്ഗങ്ങൾ, 7 ആകാശമാർഗ്ഗങ്ങൾ. ഇവിടെ അതാണ്, നിങ്ങൾക്ക് മീതെ 7 ആകാശമാർഗ്ഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, സൃഷ്ടിയെക്കുറിച്ച് നാം അശ്രദ്ധരായിരുന്നില്ല എന്ന് പറയുന്നത്. സൃഷ്ടിയെക്കുറിച്ച് അശ്രദ്ധരായിരുന്നില്ല എന്നല്ല, സൃഷ്ടിയെക്കുറിച്ച് ഞാൻ അജ്ഞനായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയേണ്ടത്. മൂപ്പരുണ്ടാക്കിയ കാര്യങ്ങളെക്കുറിച്ച് പോലും മൂപ്പർക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. കാരണം മൂപ്പര് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ കോലത്തിൽ ഈ മനുഷ്യൻ്റെ അറിവ് മാത്രം വെച്ച് പുലർത്തിയിരുന്ന ഒരു മനുഷ്യൻ്റെ ഭാവനയിലെ ജീവി മാത്രമായിരുന്നു എന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ വിഡ്ഢിത്തങ്ങളെല്ലാം ഇതിനകത്ത് ദൈവീക വെളിപാടുകളായിട്ട് എഴുതി വച്ചത്. ഇവിടെ അമാനി മൗലവിയെ പോലുള്ള ആളുകൾ ഇതിന് സപ്തമാർഗ്ഗങ്ങൾ എന്ന് വ്യാഖ്യാനിച്ചവരെ കുറ്റപ്പെടുത്തുകയും അതേസമയത്ത് 7 ആകാശങ്ങളുടെ തട്ടുകൾ ഒപ്പിക്കുന്നത് തൊട്ട് ശരിയാവാത്തതിന് ന്യായീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉരുളുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ അമാനി മൗലവിയുടെ ഉരുളൽ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. തറായിക്ക് എന്ന പദത്തിനാണ് മാർഗ്ഗങ്ങൾ എന്ന അർത്ഥം കൊടുത്തത്. ഖുർആനിൽ ആകാശങ്ങളുടെ സൃഷ്ടിയെപ്പറ്റി സൂറത്തുൽ മുൽക്കിലും സൂറത്തു നൂഹിലും അടുക്കടുക്കായി അല്ലെങ്കിൽ തട്ടുതട്ടുകളായി 7 ആകാശങ്ങൾ എന്ന് പറയുന്നു. 65-12, 41-12 മുതലായ പല സ്ഥലങ്ങളിലും സബ് സമാവാത്ത് 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞു കാണാം. 7 ഗ്രഹമാർഗ്ഗങ്ങളായിരുന്നു മുൻകാലത്തുള്ളവർക്ക് അറിയപ്പെട്ടിരുന്നത്. അതനുസരിച്ചാണ് 7 ആകാശങ്ങൾ എന്ന ഖുർആൻ പ്രസ്താവിച്ചത്. ഇപ്പോൾ കൂടുതൽ ഗ്രഹമാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൂടുതൽ മാർഗ്ഗങ്ങൾ അഥവാ ആകാശങ്ങൾ ഉണ്ടെന്ന് വന്നിരിക്കുന്നു എന്നിങ്ങനെയാണ് ചിലർ പറയുന്നത്. ഇതൊരു സ്വീകാര്യമായ വ്യാഖ്യാനമായി എടുക്കുവാൻ തരമില്ല തന്നെ. ഈ ആയത്തിൽ മാർഗ്ഗങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഇവിടെ ഒരു പക്ഷേ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാമെന്ന് സമ്മതിച്ചേക്കുക. എന്നാൽ 7 ആകാശങ്ങൾ എന്ന് ഖുർആൻ പല പ്രാവശ്യം പ്രസ്താവിക്കുകയും ചിലയിടത്ത് അടുക്കുകളായ നിലയിൽ 7 ആകാശങ്ങൾ എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ അവയിൽ ഒന്നിനെപ്പറ്റി സമാഉദ്ദുനിയ ഏറ്റവും അടുത്ത ആകാശം എന്നും 67:5, 37:6 പറയുന്നു. ആകാശം ഒരു കെട്ടിടം പോലെയാണെന്നും 40:46, 2:22 പറയുന്നു. ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് മേൽപ്പറഞ്ഞതുപോലെയുള്ള ഒരു വ്യാഖ്യാനം ഈ ആയത്തുകൾക്കെല്ലാം നൽകുന്നത് കേവലം കണ്ണടച്ചിരുട്ടാക്കുന്നതിന് സമമാണ്. ശാസ്ത്രത്തിന് അതത് കാലത്ത് ലഭിക്കുന്ന അറിവിനനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുവാൻ തുനിയുന്നത് പലപ്പോഴും അപകടത്തിലാണ് കലാശിക്കുക. അതുകൊണ്ട് ഖുർആൻ പ്രസ്താവിച്ച 7 ആകാശങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശ്യം ശാസ്ത്രദൃഷ്ട്യാ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ യഥാർത്ഥം അള്ളാഹുവിനറിയാം എന്ന് പറയുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ച് വ്യക്തമാക്കിയ ഇത്തരം കാര്യങ്ങളെല്ലാം കേവലം അലങ്കാര പ്രയോഗമോ സാമാന്യ വിവരണമോ മാത്രമാണെന്ന് ഊഹിച്ച് തൃപ്തിയടയുന്നത് തനി ബാലിശമാകുന്നു. ഖുർആൻ പ്രഖ്യാപിച്ച എത്രയോ കാര്യങ്ങൾ ആദ്യകാലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നതിന് ശേഷം പിന്നീടുണ്ടായ നിരീക്ഷണങ്ങളുടെ ഫലമായി അവ സൂക്ഷ്മവും വാസ്തവവും തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുന്ന സൃഷ്ടാവിൻ്റെ വചനങ്ങൾ അങ്ങനെയല്ലാതെ വരുമോ? ശാസ്ത്ര നിരീക്ഷണങ്ങളും അതിൻ്റെ നേട്ടങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലാതെ ഇതേവരെ സൃഷ്ടി രഹസ്യങ്ങൾ മുഴുവനും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ലെന്ന് തീർച്ചയാണല്ലോ. ലോകാവസാന കാലത്തോളം അത് അവസാനിക്കുകയുമില്ല. ആകയാൽ ശാസ്ത്രത്തിൻ്റെ കാഴ്ച എത്തിച്ചേർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തവണ്ണം കൃത്യമായി തന്നെ 7 ആകാശങ്ങൾ ഒന്നിനു മീതെ ഒന്നായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഭൂമിയോടടുത്ത ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതായി ഖുർആനിൽ 67:5, 37:6 പ്രസ്താവിക്കുന്നു. ഇതിൽ നിന്ന് നക്ഷത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ആകാശത്തിനപ്പുറത്തായി അതിനു ഉപരിയായി വേറെയും ആകാശങ്ങളുണ്ടെന്ന് വരുന്നുവല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇന്നുവരെയും അവയിൽ ഒരു ആകാശത്തിൻ്റെ അവസാന അതിർത്തി വരെ മനുഷ്യൻ്റെ അറിവ് എത്തിക്കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എന്നിരിക്കെ അതിനപ്പുറമുള്ള അവസ്ഥയെപ്പറ്റി വിധി പറയുവാൻ മനുഷ്യനെങ്ങനെ കഴിയും?
ഏതു ശാസ്ത്രജ്ഞനും ഉപരിയായി അതിമഹാനായ ഒരു ശാസ്ത്രജ്ഞൻ നിലകൊള്ളുന്നുണ്ട്. അല്ലാഹു, വാസ്തവം അവനറിയാം. ഈ ആയത്തിൻ്റെ അന്ത്യത്തിൽ തന്നെ ഇപ്പറഞ്ഞതിലേക്കുള്ള സൂചന കാണാം. ആകാശങ്ങൾ, അവയിലുള്ള വസ്തുക്കൾ തുടങ്ങിയ സകല സൃഷ്ടികളുടെയും കാര്യങ്ങൾ ഗൗനിച്ചും അറിഞ്ഞും കൊണ്ട് തന്നെയാണ് അവ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത്രേ. സൃഷ്ടിയെക്കുറിച്ച് നാം അശ്രദ്ധരായിരുന്നില്ല എന്ന വാക്യം കുറിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അമാനി മൗലവി ഉരുളുന്നത്. ഈ ഉരുളലിൽ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ പ്രതിസന്ധി ശരിക്ക് കാണാം. ശാസ്ത്രം പറയുന്ന വസ്തുതകളും ഖുർആനിൽ പറയുന്ന ഈ മുത്തശ്ശി കഥകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അത് പൊരുത്തപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് ഉരുണ്ടാലും അത് ഈ മടക്കനമ ചവിട്ടിയ മാതിരി ഒരു ഭാഗം ചവിട്ടി താഴ്ത്തുമ്പോൾ മറ്റേ ഭാഗം പൊന്തും. ഇതേപോലെയാണ്, ഒരു ഭാഗം വ്യാഖ്യാനിച്ച് ഒപ്പിക്കുമ്പോഴേക്ക് വേറൊരു ഭാഗം പൊളിയും. അങ്ങനെ പൊളിഞ്ഞ എത്രയോ കോമഡി അനുഭവങ്ങൾ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷവായുവിൻ്റെ 7 തട്ടുകളാണെന്നും പറഞ്ഞ് വ്യാഖ്യാനിച്ച് വന്ന ആൾക്കാരായിരുന്നു കേരളത്തിലെ വലിയ വലിയ പണ്ഡിതന്മാരായിട്ട് ഇവിടെ വയലും പറഞ്ഞു നടന്നിരുന്നത്. ഇപ്പോഴും അത് വയൽ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സമദാനിയെ പോലുള്ള ആളുകളൊക്കെ അത് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യടി മേടിച്ചിരുന്നു. ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ അമാനി മൗലവി മേനി പറയുന്നത്. പണ്ട് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഖുർആനിൽ പറഞ്ഞതൊക്കെ പിന്നെ ശാസ്ത്രം കണ്ടുപിടിച്ചു എന്നുള്ളതിൻ്റെ തെളിവൊക്കെ ആയിട്ട് മൂപ്പര് മനസ്സിൽ വിചാരിക്കുന്നത് ഇതൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരു സാധനം ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചില്ല. ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പൊട്ടത്തരം ശരിയാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചതിന് ഒരു തെളിവും ഉണ്ടായിട്ടില്ല. ആകപ്പാടെ കണ്ടുപിടിച്ചത് ഇതായിരുന്നു. 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷവായുവിലെ കുറേ തട്ടുകളുണ്ട്. അവിടെ 7ഒന്നുമില്ല, അവിടെ തട്ടുമില്ല. മനുഷ്യന്മാർ പഠനത്തിന് വേണ്ടിയിട്ട് തട്ടുകളാക്കിയിട്ട് വേർതിരിച്ചതാണ്. അതിനൊക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ട് 7 തട്ടുകളുണ്ട് എന്ന് ഇതാ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അന്ന് നമ്മളവരോട് പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ 1ാമത്തെ തട്ടിലാണ് ആകാശത്ത് നക്ഷത്രങ്ങൾ മുഴുവൻ ഉള്ളത് എന്ന് ഈ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ആകെ പൊളിഞ്ഞ് പാളീസാവും. 7 തട്ടും കൂടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴും. കാരണം 1ാം ആകാശം എന്ന് പറയുമ്പോൾ 12 കിലോമീറ്റർ ഉയരത്തിലുള്ള ട്രോപ്പോസ്ഫിയറാണ്. ഈ ട്രോപ്പോസ്ഫിയറിലാണ് പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങൾ മുഴുവൻ ഉള്ളത് എന്ന പെരുമണ്ടത്തരമാണ് ഈ വ്യാഖ്യാനത്തിലൂടെ വരുന്നത്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് പിന്നെയും 10-20 കൊല്ലം അതേ നുണ ഇവിടെ പ്രചരിപ്പിച്ച് നടന്നു എം അക്ബറും ഈ സമദാനിയൊക്കെ പോലുള്ള ആൾക്കാർ. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ശാസ്ത്രം ഇപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഖുർആനിലുള്ളത് എന്നൊക്കെ അമാനി മൗലവി അന്ന് ഈ പൊട്ടത്തരം എഴുതി വെച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ എന്താണ് 6ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ തെറ്റായ അറിവുകളും അന്ന് നിലവിലുണ്ടായിരുന്ന കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും അത് വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യൻ ആ കഥകൾക്കനുസരിച്ച് വിളമ്പി വെച്ചിട്ടുള്ള പണ്ടത്തരങ്ങളും പൊട്ടപ്പോയത്തങ്ങളുമാണ് ഈ ഖുർആനിലുള്ളത്. ആ പൊട്ടപ്പോയത്തങ്ങളെ ശാസ്ത്രത്തിൻ്റെ മൂട്ടിൽ കെട്ടാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ഉരുളേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. ഇനി നമ്മൾ 18ാമത്തെ വാക്യം. ഒരു നിശ്ചിത അളവിൽ നാം ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി അതിനെ ഭൂമിയിൽ തങ്ങി നിർത്തുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അത് കൊണ്ടുപോകാൻ നാം കഴിവുള്ളവനുമാകുന്നു. ഈ ആകാശത്തു നിന്നാണ് വെള്ളം ഇറക്കുന്നത് എന്ന മഴ പെയ്യുന്നത് എന്ന കഥ ബൈബിൾ കഥയുടെ ഒരു അനുകരണമാണ്. ആകാശത്തിൻ്റെ മുകളിൽ പകുതി വെള്ളം പൊന്തിച്ചു വെച്ചു എന്ന് പറയുന്ന ബൈബിൾ കഥയിൽ നിന്നാണ് ഈ മഴ പെയ്യുന്നത് ആകാശത്തിൻ്റെ വാതിൽ തുറന്നത് ആഴത്തേക്ക് വീഴ്ത്തുന്നതാണ് എന്നുള്ള പൊട്ടക്കഥ വരുന്നത്. യഥാർത്ഥത്തിൽ മഴ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് 2ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് അറിയുന്ന അറിവ് പോലും ഈ ഖുർആൻ പഠിച്ചുണ്ടാക്കിയ ദൈവത്തിനോ ഇത് വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ഇന്ന് വരെയുള്ള മതപണ്ഡിതന്മാർക്കോ തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 19. അങ്ങനെ അതുകൊണ്ട് നാം നിങ്ങൾക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉത്ഭവിപ്പിച്ചു തന്നു. അവയിൽ നിങ്ങൾക്ക് ധാരാളം കായ്ക്കനികളുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി പറയുകയാണ്. അന്ന് അറേബ്യയിലുണ്ടായിരുന്ന കുറേ സാധനങ്ങൾ തിന്നാൻ കിട്ടുന്നതും വെള്ളം കുടിക്കാൻ കിട്ടുന്നതും ഒക്കെ ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറയുകയാണ് ഒരു പടച്ചോൻ. 20. സീനാ പർവ്വതത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തരം വൃക്ഷവും അത് എണ്ണയും തിന്നുന്നവർക്ക് കറിയുമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഒലീവിനെ പറ്റിയാണ് പറയുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. 21. നിശ്ചയമായും കന്നുകാലികളിലും നിങ്ങൾക്ക് ചിന്താപാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കുവാൻ തരുന്നു. നിങ്ങൾക്ക് അവയിൽ വളരെ ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾ അവയിൽ നിന്ന് തിന്നുകയും ചെയ്യുന്നു. അപ്പോൾ ഒട്ടകങ്ങളെയും ആടുകളെയും ഒക്കെ മനുഷ്യന്മാർ വളർത്തിയിരുന്നത് അതിൻ്റെ അറുത്ത് തിന്നാനും അതിൻ്റെ പാല് കുടിക്കാനൊക്കെയാണ്. അതൊക്കെ അള്ളാഹു ഇങ്ങനെ ഏറ്റെടുത്തിട്ട് പറയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയിൽ ഒരു ജന്തുവിൻ്റെ ഔട്ടിൽ പാലുണ്ടാകുന്നത് മനുഷ്യന്മാർക്ക് കുടിക്കാനല്ല, ആ ജന്തു പ്രസവിക്കുന്ന കുട്ടിക്ക് കുടിക്കാനുള്ളതാണ്. അത് മനുഷ്യൻ ആ ജീവികളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ പടച്ചോൻ മനുഷ്യൻ്റെ തലേന്ന് ഉണ്ടായ ഒരു ജീവി ആയതുകൊണ്ട് മനുഷ്യന് വേണ്ടിയാണ് ഇവിടെ പടച്ചോൻ സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ ഒട്ടകത്തിനെയും പശുവിനെയും ഒന്നും സൃഷ്ടിച്ച പടച്ചോൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത തോന്നിയാസമാണിത്. കാരണം ഒട്ടകത്തിൻ്റെ വീട്ടിലും പശുവിൻ്റെ വീട്ടിലും ആടിൻ്റെ വീട്ടിലും പാലുണ്ടാകുന്നത് മനുഷ്യന്മാർക്ക് കറന്നെടുത്ത് കുടിക്കാനല്ല,
അതിൻ്റെ കുട്ടികൾക്ക്, അത് പ്രസവിച്ച കുട്ടികൾക്ക് വളരാനുള്ളതാണ്. അത് സ്രഷ്ടാവായ പടച്ചോൻ അറിയേണ്ട കാര്യമാണ്. പക്ഷേ പടച്ചോൻ മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റു മൃഗങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്നത് വലിയ അനുഗ്രഹമായിട്ട് നമ്മളോട് വിളമ്പിത്തരാണ് മനുഷ്യൻ്റെ തലച്ചോറിൽ ജീവിക്കുന്ന പരാതജീവിയായ ദൈവം. 22 അവയുടെ മേലും കപ്പലുകളിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തൊരു ക്രൂരതയാണ് പറയുന്നത്. ഇന്നിപ്പോൾ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, മൃഗങ്ങളുടെ ഒന്നും പുറത്ത് ഇങ്ങനെ ഭാരം വെച്ച് കെട്ടിയിട്ട് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അതുങ്ങളെ കഷ്ടപ്പെടുത്താനോ പാടില്ല എന്നുള്ളിടത്താണ് ഇന്ന് പരിഷ്കൃത ലോകത്ത് മനുഷ്യരുള്ളത്. അതിനൊക്കെ പകരം മനുഷ്യൻ യന്ത്രങ്ങളും വാഹനങ്ങളൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് ഇന്ന് മൃഗങ്ങളൊക്കെ ആ ക്രൂരതയിൽ നിന്ന് ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങളെ അറുത്ത് തിന്നുന്നത് പോലും തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കൃത്രിമമായി മാംസമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ശാസ്ത്രം വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ കണ്ടുപിടിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ ബോധം പോലും ഈ പ്രാകൃത ഗോത്രദൈവമായ ചങ്ങാതിക്ക് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പം ദൃഷ്ടാന്തം പറച്ചിൽ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി കഥ പറച്ചിലേക്ക് ചാടുകയാണ്. പൂർവീകരുടെ കെട്ടുകഥകൾ വിളമ്പുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. 23 നൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയുടെ അടുക്കലേക്ക് അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ഇലാഹവുമില്ല, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ. 24 അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ നിന്ന് അവിശ്വസിച്ചവരായ പ്രമുഖ സംഘം പറഞ്ഞു, ഇവർ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെയല്ല, തനിക്ക് നിങ്ങളുടെ മേൽ ശ്രേഷ്ഠത ലഭിക്കുവാൻ അവൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ മലക്കുകളെ ഇറക്കുമായിരുന്നു. നമ്മുടെ പൂർവീകന്മാരായ പിതാക്കളിൽ നാം ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല. 25 ഇവൻ ഭ്രാന്തുള്ള ഒരു പുരുഷൻ എന്നല്ലാതെയല്ല, ആകയാൽ അവനെ സംബന്ധിച്ച് കുറച്ചു കാലം വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. ഇവിടെ ഇപ്പോൾ ഈ നോഹിൻ്റെ കഥയും മോശയുടെ കഥയും അതുപോലെ മേൽവിലാസമില്ലാത്ത കുറേ കഥയൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കഥകളിലൊക്കെ മുഹമ്മദ് ചെയ്യുന്ന ഒരു കള്ളത്തരം എന്താ വെച്ചാൽ, മുഹമ്മദിനെ കുറിച്ച് മക്കയിലെ ആളുകൾ എന്തൊക്കെ പറഞ്ഞിരുന്നോ അതെല്ലാം ഈ നൂഹിൻ്റെ ജനതയുടെ മേലും ഈ മോശയുടെ ജനതയുടെ മേലും ഈ ആദ് സമൂദ് ജനതയുടെ മേലും ഒക്കെ വെച്ച് കെട്ടിയിട്ട് മക്കാരോട് പറയാനുള്ളതൊക്കെ മുഹമ്മദ് ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറയാണ്. യഥാർത്ഥത്തിൽ ഈ നോഹയുടെ കഥ ബൈബിളിലെ കഥയായാലും ശരി, ബൈബിൾ കോപ്പി അടിച്ച ബാബിലോണിയൻ കഥയായാലും ശരി, ഏത് കഥയിലായാലും ശരി, ഇവിടെ ഒന്നും ഈ പറയുന്നത് പോലെയുള്ള സംഭവങ്ങളൊന്നും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇതെല്ലാം മുഹമ്മദ് ഉണ്ടാക്കി പറയുക. മുഹമ്മദ് ഓരോ കഥയും പെറുക്കി കൊണ്ടുവന്നിട്ട് അതിലെല്ലാം മുഹമ്മദിന് അവിടെ മക്കയിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെല്ലാം അവരുടെ മേൽ വെച്ച് കെട്ടി, ആ കഥയിൽ വെച്ച് കെട്ടിയിട്ട് ഇവരെങ്ങനെ ചീത്ത പറയുകയാണ്. ഇവൻ ഭ്രാന്തുള്ള ഒരു പുരുഷൻ. ഈ ഭ്രാന്തുള്ള പുരുഷൻ എന്ന് പറഞ്ഞത് മുഹമ്മദിനെ കുറിച്ചാണ്, മക്കാർ പറഞ്ഞതാണ്. അല്ലാതെ ഈ നൂഹിനെ കുറിച്ചൊന്നും, നൂഹിൻ്റെ ജനത അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് എവിടെയില്ല. ഇതൊക്കെ മുഹമ്മദിനെ കുറിച്ച് മക്കാർ പറഞ്ഞത് മുഹമ്മദ് നൂഹിൻ്റെ തലയിൽ വെച്ച് കെട്ടിയതാണ്. 27 അപ്പോൾ അദ്ദേഹത്തിന് നാം ഇങ്ങനെ വഹി നൽകി, നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ ബോധനമനുസരിച്ച് നീ കപ്പൽ പണിയുക, എന്നിട്ട് നമ്മുടെ കൽപ്പന വരും അടുപ്പ് ഒഴുക്കുകയും ചെയ്താൽ അപ്പോൾ എല്ലാ വസ്തുവിൽ നിന്നും ഈ 2 ഇണകളെയും നിൻ്റെ ആൾക്കാരെയും അതിൽ പ്രവേശിപ്പിച്ചു കൊള്ളുക. അവരിൽ യാതൊരു കൂട്ടരുടെ മേൽ മുമ്പ് വാക്ക് കഴിഞ്ഞിരിക്കുന്നുവോ അവരൊഴികെ അക്രമം ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ നീ എന്നെ അഭിമുഖീകരിക്കരുത്. നിശ്ചയമായും അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നവരാകുന്നു. നോഹിൻ്റെ കാലത്ത് കപ്പലുണ്ടാക്കിയതും അതൊക്കെ വഹി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന് വഹി കിട്ടിയത് ഇവിടെയും കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാണ്. അവിടെ വഹിയൊന്നുമല്ല, അവിടെ വേറെ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. അവിടെ ഒറ്റ പടച്ചവനും അല്ല ഉള്ളത്, അവിടെ അള്ളാഹു പടച്ചവനും അല്ല ഉള്ളത്, അവിടെ വേറെ പടച്ചവന്മാരാണ്. ഇതൊക്കെ പഴയ കെട്ടുകഥകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെല്ലാം മക്കയിൽ മുഹമ്മദ് നേരിട്ട പ്രശ്നങ്ങളുമായിട്ടും മുഹമ്മദിന് അവരോട് പറയാനുള്ള കാര്യങ്ങളുമായിട്ടും കൂട്ടിക്കുഴച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യാണ്. 28 അങ്ങനെ നീയും നിൻ്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറി ശരിപ്പെട്ടാൽ നീ പറയുക, അക്രമകാരികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന് സർവസ്തുതിയും. നോഹൊന്നും അള്ളാഹുവിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, നോഹിൻ്റെ പടച്ചോനും അള്ളാഹു ആയിരുന്നില്ല. ഇതൊക്കെ മുഹമ്മദിൻ്റെ നുണയാണ്. 29 എൻ്റെ റബ്ബേ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ എന്നെ നീ തരയണമേ, നീ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്നും പറയുക. 30 നിശ്ചയമായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്, നിശ്ചയമായും നാം പരീക്ഷിക്കുന്നവനാകുന്നു. ഈ പറഞ്ഞതിലൊക്കെ ഉള്ള ദൃഷ്ടാന്തം ഞാൻ ഈ പറഞ്ഞതാണ്. മക്കയിൽ മുഹമ്മദിന് പറയാനുള്ളതൊക്കെ ഈ പറയുന്ന കെട്ടുകഥകളുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞ നുണകളാണ് ഖുർആൻ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കഥകൾക്കൊക്കെ പൂർവീകമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം, അത് ചരിത്രപരമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള തെളിവുകളൊന്നുമില്ല. ഉള്ള തെളിവുകളെല്ലാം
ഈ കഥയെ നിഷേധിക്കുന്നതും മുഹമ്മദ് പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് തെളിയിക്കുന്നതുമാണ്. ബാബിലോണിയയിലെയൊക്കെ കഥകൾ മുഹമ്മദൊക്കെ ജനിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ശിലാ ഫലകങ്ങളിലും കളിമൺ ഫലകങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മുഹമ്മദ് പറഞ്ഞ പൊട്ടക്കഥയുടെയൊക്കെ സോഴ്സ് എന്താണെന്നുള്ളതും മുഹമ്മദ് പറഞ്ഞ കഥയും ആ കഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 31 പിന്നീട് അവരുടെ ശേഷം നാം വേറെ ഒരു തലമുറയെ ഉത്ഭവിപ്പിച്ചു. മേൽവിലാസമില്ലാത്ത ഒരു കഥയാണ് ഇനി പറയുന്നത്. എന്നിട്ട് അവരിൽ നിന്നു തന്നെ ഒരു റസൂലിനെ നാം അവരിൽ അയച്ചു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും നിങ്ങൾക്ക് അവരല്ലാതെ ഒരു ആരാധ്യനില്ല, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. ഇതും മേൽവിലാസമില്ലാതെ മുഹമ്മദിന് മക്കാരോട് പറയാനുള്ള കാര്യം പറയുകയാണ്. 33 അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് അവിശ്വസിക്കുകയും പരലോകത്തെ കാണുന്നതിനെ വ്യാജമാക്കുകയും ഐഹിക ജീവിതത്തിൽ നാം സൗഖ്യം നൽകുകയും ചെയ്തിട്ടുള്ളവരായ പ്രമുഖ സംഘം പറഞ്ഞു, ഇവർ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ എന്നല്ലാതെ അല്ല. നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് അവൻ തിന്നുകയും നിങ്ങൾ കുടിക്കുന്നതിൽ നിന്ന് അവൻ കുടിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും മുഹമ്മദ് ഇവിടെ പറയുന്ന മേൽവിലാസമില്ലാത്ത കഥയിലെ ആൾക്കാർ പറഞ്ഞതല്ല, മക്കക്കാരായ ആൾക്കാർ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെ കഥ ആദ് കഥയാണെന്നും അല്ല സമൂത് കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുഫസ്സിറുകൾ തർക്കിക്കുന്നുണ്ട്. ഏത് കഥയാണെന്നൊന്നും പറയാതെ മുഹമ്മദിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഏതോ ഒരു കഥ എന്നും പറഞ്ഞിട്ട് വെച്ച് കെട്ടി പറയുന്നതാണ്. 34 നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിശ്ചയമായും അപ്പോൾ നിങ്ങൾ നഷ്ടക്കാർ തന്നെയാണ്. നിങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായി തീർന്നാലും നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണെന്ന് അവൻ നിങ്ങളോട് താക്കീത് നൽകുന്നുവോ? നിങ്ങളോട് താക്കീത് നൽകപ്പെടുന്ന കാര്യം വളരെ വിദൂരം. അത് നമ്മുടെ ഐഹിക ജീവിതമല്ലാതെ ഒന്നും ഇല്ല. നാം മരിക്കുന്നു, ജീവിക്കുകയും ചെയ്യുന്നു. നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല തന്നെ. ഇതൊക്കെ മുഹമ്മദിനെക്കുറിച്ച്, മുഹമ്മദ് പറഞ്ഞ കെട്ടുകഥകളെക്കുറിച്ച് മക്കക്കാർ മുഹമ്മദിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതെല്ലാം എടുത്തിട്ട് മുഹമ്മദ് ഏതോ ഒരു മേൽവിലാസമില്ലാത്ത കഥയിൽ വെച്ച് കെട്ടി പറയുകയാണ്. 38 ഇവൻ അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കെട്ടിച്ചമയ്ക്കുന്ന ഒരു പുരുഷനല്ലാതെ അല്ല, നാം അവനെ വിശ്വസിക്കുന്നവരല്ല തന്നെ. 39 അദ്ദേഹം പറഞ്ഞു, റബ്ബേ, ഇവർ എന്നെ വ്യാജമാക്കിയിരിക്കുന്നത് കൊണ്ട് നീ എന്നെ സഹായിക്കണമേ. 40 അവൻ പറഞ്ഞു, നിശ്ചയമായും അല്പകാലം കൊണ്ട് അവർ ഖേദിക്കുന്നതായിത്തീരുന്നതാണ്. 41 അങ്ങനെ മുറയനുസരിച്ച് കഠോര ശബ്ദം അവരെ പിടികൂടി, എന്നിട്ട് നാം അവരെ ചണ്ടിയാക്കി നശിപ്പിച്ചു കളഞ്ഞു. ആകയാൽ അക്രമികളായ ജനതയ്ക്ക് വിദൂരത. അപ്പോൾ മുഹമ്മദിനെ എങ്ങനെ കുറ്റം പറയുകയും കളിയാക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്താൽ നിങ്ങളെ മേലും ഇതേമാതിരി കഠോരമായിട്ടുള്ള ഒരു ശിക്ഷ അള്ളാഹു വന്നിട്ട് മറിച്ചിടും എന്നാണ് ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത്. 42 പിന്നീട് അവരുടെ ശേഷമായ പല തലമുറകളെയും നാം ഉത്ഭവിപ്പിച്ചു. ഒരു സമുദായവും തന്നെ അതിൻ്റെ അവധിയെ മുൻകടക്കുന്നതല്ല, പിന്നിലായി പോകുന്നതുമല്ല. പിന്നീട് നാം നമ്മുടെ ദൂതന്മാരെ തുടരെ അയച്ചുകൊണ്ടിരുന്നു. ഓരോ സമുദായത്തിനും അതിൻ്റെ ദൂതൻ വരുമ്പോഴെല്ലാം അവർ അദ്ദേഹത്തെ വ്യാജമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരിൽ ചിലരോട് നാം അനുഗമിപ്പിച്ചു. അവരെ മുഴുവൻ നാം കഥാവിഷയങ്ങളാക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വസിക്കാതിരിക്കുന്ന ജനങ്ങൾക്ക് വിദൂരത. അപ്പോൾ മുഹമ്മദ് മേൽവിലാസമില്ലാത്ത കഥ ഇങ്ങനെ 1-2 പറഞ്ഞിട്ട് പിന്നെ കൊട്ടക്കണക്കിന് ഹോൾസെയിലായിട്ട് എല്ലാ ദൂതന്മാരുടെയും കൂടെ കഥ അങ്ങോട്ട് പറയുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന് ഇതന്നെയായിരുന്നു പണി. ഇങ്ങനെ ദൂതന്മാരെ അയക്കുക, എന്നിട്ട് ദൂതന്മാർ വരുമ്പോൾ നാട്ടുകാർ ഓല ചീത്താറിന് ഓടിക്കുക, എന്നിട്ട് ഓല മേത്ത് കൂടെ മല മറിച്ചിട്ടും അല്ലെങ്കിൽ അവരെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ ശിക്ഷിക്കുക. ഇതായിരുന്നു അള്ളാഹുവിന് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ കാലം മുതൽ മുഹമ്മദ് നബീൻ്റെ കാലം വരെയുള്ള പ്രധാന ഹോബി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഖുർആനിൽ ഈ കഥ പറഞ്ഞു വരുന്നത്. ഈ വന്ന ദൂതന്മാരൊക്കെ പറഞ്ഞതെന്താണ്? അള്ളാഹു അല്ലാത്ത വേറെ പഠിച്ചവന്മാരില്ല, ആ പഠിച്ചവന്മാരെ ഒന്നും ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ വന്ന ദൂതന്മാരോടെല്ലാം നാട്ടുകാർ അവർ വിശ്വസിച്ചിരുന്ന പഠിച്ചവന്മാരാണ്, ഞങ്ങളെ പഠിച്ചവന്മാർ ഇജൻ്റെ പണിയൊക്കെ എന്ന് പറഞ്ഞിട്ട് തിരസ്കരിച്ച് ഓടിച്ചു വിട്ടു എന്നും ഈ കഥ പറയുന്നു. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോൻ ഒരു ബ്രഹ്മാണ്ഡ പരാജയമായിരുന്നു എന്നാണ് ഈ ഖുർആൻ കഥയിലൂടെ മനുഷ്യരോട് പറയുന്നത്. ഒരു ലജ്ജയുമില്ലാതെ ഒരു ദൈവം പറയാണ്, ഞാൻ എൻ്റെ പണിയെടുത്തിട്ട് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല, ലോകം ഇന്ന് വരെ ഞാൻ ഉദ്ദേശിച്ച മാതിരി മനുഷ്യന്മാരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പായ്യാരം പറഞ്ഞ നിലവിളിച്ചാണ് പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ പടച്ചോൻ. ഇതിൽ പരം പരിഹാസ്യമായിട്ട് എന്താണുള്ളത്? നിങ്ങൾ സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒന്നുകിൽ അള്ളാഹു ഒരു ഭൂലോക പരാജയം,
ഒരു തനി പൊട്ടൻ, യാതൊരു വിവരവും കഥയില്ലാത്ത ഒരു ചങ്ങാതി. അതല്ലെങ്കിൽ അള്ളാഹു ഒരു പരമ ദുഷ്ടനായിട്ടുള്ള ഒരു കപട നാടകക്കാരൻ. ഇത് രണ്ടായാലും ഒരു ദൈവത്തിൻ്റെ ഗുണഗണങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. രണ്ടായാലും ഈ ദൈവം ഒരു ആരാധനയും അർഹിക്കുന്ന, ഒരു പരിഗണന പോലും അർഹിക്കുന്നില്ല. ഒരു പൊട്ടനായ ദൈവത്തിനെ നമ്മൾ ആരാധിക്കാൻ പോയിട്ട് നമുക്കൊരു കാര്യമില്ല. ക്രൂരനും തമ്മാടിയുമായിട്ടുള്ള ഒരു ദൈവത്തിനെ, അയാളുടെ ക്രൂരതയ്ക്ക് വിധേയമാകുന്ന പരീക്ഷണ മൃഗങ്ങൾ ആരാധിക്കാൻ പോയിട്ട് എന്താ കാര്യം ഉണ്ടാവുക? അയാളെ ഈ ക്രൂരത നാളെ ആവർത്തിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത്? അവർ ഈ പരീക്ഷണ മൃഗങ്ങളിൽ വിജയിച്ചു എന്ന് നമ്മളിപ്പോൾ കരുതുന്ന ആൾക്കാരെ മുഴുവൻ പിടിച്ച് നരകത്തിലും, പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരെ മുഴുവൻ പിടിച്ച് സ്വർഗത്തിലും ഇട്ടിട്ട് പിന്നെയും അയാൾ ഈ ക്രൂര വിനോദം ആവർത്തിക്കില്ല എന്നുള്ളതിൽ എന്താ ഉറപ്പുള്ളത്? കാരണം അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾ അങ്ങനെ ചെയ്യാനാണ് സാധ്യത. കാരണം എന്തെങ്കിലും ഒരു നേരും നെറി നീതിയുള്ള ഒരാൾ ചെയ്യുന്ന പണിയാണോ ഇത്? സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ നരകത്തിലിട്ട് നിറക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ കുറേ പ്രവാചകന്മാരെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ അയക്കുക. എന്നിട്ട് അവർ പറയുന്നതൊന്നും ഇവർക്ക് മനസ്സിലാവാതിരിക്കുക. എന്നിട്ട് അവർ ഇവരെ നിഷേധിച്ചു എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് അവരെല്ലാം പിടിച്ച് നരകത്തിലിടുക. നരകത്തിലിടുന്നതിന് പോലും ഇഹലോകത്ത് വെച്ച് തന്നെ അവരെ മേൽ ശിക്ഷകൾ ഇറക്കിക്കൊണ്ട് അവരെ പീഡിപ്പിക്കുക. ഇതൊക്കെ നീതിമാനും സർവശക്തനുമായ ഒരു പടച്ചോൻ ചെയ്യേണ്ട കാര്യമാണ്. പടച്ചോൻ ഈ ദൂതന്മാരയക്കുന്ന ഏർപ്പാട് ഇത്രയും നിഷ്ഫലമായിട്ടുള്ളൊരു ഏർപ്പാടാണ് എന്നും ഇതൊരു പാഴ്വേലയാണ് എന്നും ഈ 1,24,000 പ്രവാചകന്മാരെ അയക്കുമ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാഴ്വേല ചെയ്യുന്നത്? ഒരു 10 അയച്ചു, അതുകൊണ്ടൊന്നും ഫലം കാണുന്നില്ല എങ്കിൽ ആ ഏർപ്പാട് നിർത്തിയിട്ട് കുറച്ചും കൂടെ ഫലപ്രദമായൊരു ഏർപ്പാട് ചെയ്യല്ലേ ദൈവം ചെയ്യേണ്ടത്. പിന്നെയും ഇതേ ഫലമില്ലാത്ത കാര്യം തന്നെ തുടരുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ ഒരു പൊട്ടനാണെന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അയാൾ കരുതിക്കൂട്ടി എന്തോ ഒരു കപട നാടകം നടത്തുകയാണെന്ന്. ഇത് രണ്ടായാലും ഒരു ദൈവത്തിന് ഭൂഷണമായ കാര്യമാണോ ഇത്? അപ്പോൾ ഈ 44-ാം വാക്യത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്? ഞാനൊരു പൊട്ടനാണ് എന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ ഞാനൊരു ക്രൂര വിനോദക്കാരനായ ഒരു കപട നാട്യക്കാരനാണ്. രണ്ടായാലും ഈ ദൈവം ഒരു ആദരവോ ആരാധനയോ ബഹുമാനമോ അർഹിക്കുന്ന ഒരു കഥാപാത്രമല്ല എന്നാണ് അർത്ഥം. ഇയാൾ പൊട്ടനാണ് എന്ന് പറയാൻ കാരണം 1,00,000-ൽ പരം ദൂതന്മാരെ അയച്ചിട്ട് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എങ്കിൽ, യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നതിന് ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കഥ അനുസരിച്ച് അള്ളാഹു എന്ന് പറയുന്ന ഒരു പടച്ചോനേ ഉള്ളൂ എന്നും വേറെ പടച്ചോന്മാരെ ആരാധിക്കരുത് എന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ പ്രവാചകനായ ആദം മുതൽ മുഹമ്മദ് എന്ന അവസാനത്തെ പ്രവാചകൻ വരെ ലോകത്തെ എല്ലാ സമുദായങ്ങളിലേക്കും ഈ പടച്ചോൻ ദൂതന്മാരെ അയച്ചിട്ടുള്ളത്. മനുഷ്യന്മാരായി തന്നെയാണ് ദൂതന്മാരായി തിരഞ്ഞെടുത്ത് അയക്കുന്നത്. എന്നിട്ട് ആ ദൂതന്മാരെല്ലാം വന്നിട്ട് ഈ കഥയാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ലോകത്ത് എവിടെയും ഇങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞൊരു പടച്ചോൻ്റെ ഒരു അവശിഷ്ടം പോലും, അല്ലെങ്കിൽ ആ ഒരു പേര് പോലും എഴുതി വെച്ചൊരു കടലാസിൻ്റെ തുണ്ടം പോലും, അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ കഷ്ണം പോലും കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു 100% പരാജയമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഈ ദൂതനെ അയക്കലും പഠിപ്പിക്കലും പ്രവാചകന്മാരെ അയക്കലും ഒക്കെ വെറും പാഴ്വേലയായിരുന്നു. പാഴ്വേല എന്ന് വെച്ചാൽ 1% പോലും ഫലം ചെയ്തിട്ടില്ലാത്ത ഒരു വട്ടപൂജ്യം ഫലം മാത്രം ചെയ്തിട്ടുള്ള ഒരു പാഴ്വേലയായിരുന്നു എന്നല്ല ഇവിടെ തെളിയിക്കപ്പെടുന്നത്. എവിടെയാണ് അള്ളാഹു എന്ന് പറയുന്നൊരു പടച്ചോനുള്ളത്? എവിടെയാണ് അള്ളാഹു അല്ലാത്ത പടച്ചോന്മാരെ ആരാധിക്കരുത് എന്നും പറഞ്ഞൊരു ദൂതൻ വന്നതിൻ്റെ തെളിവുള്ളത്? ഈ ദൂതന്മാരൊക്കെ കിതാബും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കിതാബിൻ്റെ ഒരു പേജിൻ്റെ ഒരു മൂലയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും കാണണ്ടേ? എവിടെയില്ല. അപ്പോൾ പിന്നെ ഈ കഥ, ഒന്നുകിൽ ഈ കഥ ഒരു പൊട്ടക്കഥ, അല്ലെങ്കിൽ ഈ ദൈവം ഒരു പൊട്ടൻ ദൈവം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നിനും കഴിയാത്ത, ഒരു വിവേകവും ഇല്ലാത്ത, ഒരു തിരിച്ചറിവും ഇല്ലാത്ത ഒരു പോഴത്തക്കാരനാണ് ദൈവം. എന്നിട്ട് ദൈവം ഈ വെള്ളത്തിൽ വരക്കും പോലെ പിന്നെയും ഈ ഒരു ഫലമില്ലാത്ത കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, അവസാനം വരെയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. ഇനിയിപ്പോൾ മുഹമ്മദിൻ്റെ കാലത്ത് ഇത് അവസാനത്തെ കിതാബ് എന്ന് പറഞ്ഞ് മുഹമ്മദ് വന്ന് ഉണ്ടാക്കിയ ഈ ഒരു സാധനം അത് വിജയിച്ചോ? അത് വിജയിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ന് ലോകത്ത് നോക്കിയാൽ കാണാം നമുക്ക്. അതിലുള്ള ആൾക്കാർ തന്നെ 900 ഗ്രൂപ്പുകളായി പിരിഞ്ഞിട്ട് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന കാര്യത്തിൽ പോലും ഈ കേരളത്തിൽ തന്നെ തർക്കിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഈ സമുദായത്തിൽ തന്നെ കാണുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ ഈ ശിർക്ക് തൗഹീദ് ദൗത്യം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ലോകാവസാനം വരെ അത് 1% പോലും വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ കഥയിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു പാഴ്വേലക്ക് മുതിർന്നത്? ഇങ്ങനെ ഒരു പൊട്ടനായ, ഒരു പാഴ്വേലക്കാരനായ ദൈവത്തിനെ കൊണ്ട് മനുഷ്യർക്ക് എന്താണ് പ്രയോജനം? അയാൾ ആരാധിച്ചാൽ നമുക്ക് നാളെ ആനമുട്ട കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ അങ്ങനെ ഹോൾസെയിലായിട്ട് എല്ലാ ദൂതന്മാരെയും കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും മൂസ കഥയിലേക്ക് പോവുകയാണ്. പിന്നീട് മൂസായെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും വ്യക്തമായ
അധികൃത രേഖയോടുകൂടി നാം അയക്കുകയുണ്ടായി. 45-ാം വാക്യം. അപ്പോൾ ഈ മൂസക്കാണ് അധികൃത രേഖയൊക്കെ കൊടുത്തയച്ചിട്ടുള്ളത്. ഇതുവരെയുള്ളവർക്കൊന്നും രേഖ ഉണ്ടായിരുന്നില്ല എന്നാവും. 46 ഫിറൗൻ്റെയും അവൻ്റെ പ്രമുഖ സംഘത്തിൻ്റെയും അടുക്കിലേക്ക്. അപ്പോൾ അവർ അഹംഭാവം നടിക്കുകയാണ് ചെയ്തത്. അവർ പൊങ്ങച്ചക്കാരായ ഒരു ജനതയായിരുന്നു. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ ദൈവം ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ട് അഹങ്കാരം കൊണ്ടും പൊങ്ങച്ചം കൊണ്ടും ഈ ദൂതന്മാരെ അവിശ്വസിച്ചു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. അഹങ്കാരം കൊണ്ട് ആരും ഒരു ദൂതനെയും തിരസ്കരിക്കില്ല. ആ ദൂതൻ യഥാർത്ഥ ദൂതനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ ആ ദൂതൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൂതന്മാരെ നിഷേധിക്കപ്പെടുകയുള്ളൂ. അവർ വിശ്വസിക്കാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം ഈ ഖുർആൻ വായിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാവും. മുഹമ്മദ് ദൈവദൂതനാണെന്നും മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വെളിപാടാണ് എന്നും ബോധ്യപ്പെടുത്തുന്നതിന് ഒരു നയാ പൈസയുടെ തെളിവ് മുഹമ്മദ് അവിടെ കൊടുത്തിട്ടില്ല. ഈ ഖുർആനും അത് തരുന്നില്ല. നമുക്കും ഈ ഖുർആൻ അത്തരത്തിലുള്ളൊരു തെളിവ് തരുന്നില്ല. മറിച്ച് മുഹമ്മദ് കുറേ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറഞ്ഞിരുന്നതെന്നും മുഹമ്മദിന് വേറെന്തോ പ്രശ്നമാണ് ഉണ്ടായിരുന്നത് എന്നതിൻ്റെയും തെളിവുകളാണ് ഈ ഖുർആനിൽ ഇന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അത് തന്നെയാണ് അന്ന് മക്കക്കാരും മുഹമ്മദിൽ കണ്ടത്. അതുകൊണ്ടാണ് മുഹമ്മദിനെ നിരാകരിച്ചത്. നേരെ മറിച്ച് ദൈവം പറഞ്ഞയച്ച ദൂതനാണെങ്കിൽ ആ കാര്യം എല്ലാവർക്കും എത്രയോ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. എത്ര സുതാര്യമായിട്ടുള്ള ലളിതമായ മാർഗങ്ങളുണ്ട്. സർവശക്തനായ ദൈവത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ ഈ കള്ളത്തരം ചെയ്തുകൊണ്ടല്ലേ അവർ നിരാകരിച്ചത്. അങ്ങനെ നിരാകരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ 13 കൊല്ലം അവിടെ പയ്യരം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പടച്ചോനല്ല പടച്ചോനാണെന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഇങ്ങനെ പയ്യരം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അവിടെ. ആ പയ്യരം പറച്ചിൽ തന്നെയാണ് ഇത് പടച്ചോൻ്റെ അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. സർവശക്തനും സർവജ്ഞാനിയും മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുമൊക്കെ ആയൊരു പടച്ചോൻ ഇങ്ങനെ സ്വന്തം സൃഷ്ടികളായ നിസ്സാര ജീവികളുടെ പിന്നാലെ കൊല്ലക്കണക്കിന് പയ്യരം പറഞ്ഞ് നടക്കേണ്ട യാതൊരു ഗതികേടും വരില്ല ദൈവമാണെങ്കിൽ. പക്ഷെ മനുഷ്യനാണെങ്കിൽ വരും. മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കാതെ വരുമ്പോൾ പയ്യരം പറയേണ്ടി വരും, ചീത്ത പറയേണ്ടി വരും, ഭീഷണിപ്പെടുത്തേണ്ടി വരും. അതൊക്കെ വേണ്ടി വരും. ഒരു ദൈവത്തിന് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല എന്നുള്ളതാണ് സാമാന്യ യുക്തി നമ്മളോട് പറയുന്നത്. അതിനാൽ അവർ പറഞ്ഞു, നമ്മളെപ്പോലെയുള്ള 2 മനുഷ്യന്മാരെ അവരുടെ ജനങ്ങളാകട്ടെ നമ്മുടെ ആരാധകന്മാരുമാണ്, നാം വിശ്വസിക്കുകയോ? അങ്ങനെ അവർ 2 പേരെയും വ്യാജമാക്കി. തന്നിമിത്തം അവർ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി തീർന്നു. മൂസാക്ക് നാം വേദം നൽകിയിട്ടുമുണ്ട്, അവർ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി. 50 ഇബ്നു മറിയമിനെയും തൻ്റെ മാതാവിനെയും ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. നിവാസയോഗ്യവും ഒഴുക്കുജലവുമുള്ളതുമായ മേടുപ്രദേശത്തേക്ക് 2 പേർക്കും നാം അഭയം നൽകുകയും ചെയ്തു. ഈ മൂസയും ഈ ഇബ്നു മറിയമും ഒന്നും അള്ളാഹു എന്ന് പറയുന്ന ഒരു പടച്ചവനെ പറ്റി യാതൊന്നും പറഞ്ഞിട്ടില്ല. 51 ഹേ ദൂതന്മാരെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിനെപ്പറ്റി ഞാൻ അറിയുന്നവനാകുന്നു. 52 നിശ്ചയമായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. ഞാൻ നിങ്ങളുടെ റബ്ബാകുന്നു. ആകയാൽ നിങ്ങൾ എന്നോട് ഭക്തി കാണിക്കുവിൻ. ഈ 2 വാക്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദൂതന്മാരേ എന്നും പറഞ്ഞിട്ട് പറയാണ്. ആരാണ് പറയുന്നത്? മുഹമ്മദിൻ്റെ തൊള്ള ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ദൂതന്മാരേ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവീനെന്ന്. ഇത് പറയുന്ന സമയത്ത് എവിടെയാണ് ദൂതന്മാർ? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ദൂതൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ദൂതന്മാരും അതിന് മുമ്പ് ചത്തുപോയിട്ടുണ്ട്. ബാക്കിയുള്ള 1,24,000 ദൂതന്മാർ ചത്തുപോയിട്ട് മുഹമ്മദ് മാത്രം ജീവിച്ചിരിക്കുന്ന സമയത്ത് മുഹമ്മദിൻ്റെ തൊള്ളയിൽ കൂടെ അള്ളാഹു വിളിച്ചു പറയാണ്, ഹേ ദൂതന്മാരെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവീനെന്ന്. ഏത് ദൂതന്മാരോടാണ് അള്ളാഹു ഇങ്ങനെ തിന്നാൻ പറയുന്നത്, സൽക്കർമ്മം ചെയ്യാൻ പറയുന്നത്? മരിച്ചുപോയ ദൂതന്മാരോടോ? ഈ വാക്യം പൊക്കി പിടിച്ചുകൊണ്ടാണ് കാദിയാനികളൊക്കെ ഇനിയും ദൂതന്മാർ വരാണ്ട് എന്ന് പറഞ്ഞത്. നോക്കണം നിങ്ങൾ ഈ ഖുർആനിലെ വൈരുദ്ധ്യം. മുഹമ്മദ് മാത്രം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇനി ഒരു ദൂതനും വരാനില്ല എന്ന് പറയുന്ന ഒരു കഥയിൽ മുഹമ്മദിൻ്റെ വായിലൂടെ മുഹമ്മദിൻ്റെ ദൈവം വിളിച്ചു പറയാണ്, ദൂതന്മാരെ, നിങ്ങൾ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിനെപ്പറ്റി ഞാൻ അറിയുന്നവനാകുന്നു. അപ്പോൾ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ദൂതന്മാരവിടെ വേറെ ജീവിച്ചിരിപ്പുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഏത് ദൂതനാണ് മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളത്? അപ്പം മുസൈലിമയൊക്കെ ഒറിജിനൽ ദൂതനാണെന്നല്ല അതിൻ്റെ അർത്ഥം. ആ മുസൈലിമേനെ പിന്നെ എന്തിനാണ് മുഹമ്മദ് കൊല്ലാൻ പോയത്?
അതല്ലെങ്കിൽ മുഹമ്മദിന് ശേഷവും ലോകത്ത് ദൂതന്മാർ വരുന്നല്ല എൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ മുഹമ്മദ് അറേബ്യയിൽ ദൂതനായിരിക്കെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും പലയിടത്തും അള്ളാഹുവിൻ്റെ വേറെ ദൂതന്മാരെ ജീവിച്ചിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. ഇതൊന്നുമില്ലെങ്കിൽ അന്ത്യദൂതനായിട്ട് വേറൊരു ദൂതനും ഇല്ലാത്ത സമയത്ത് ഈ ദൂതൻ്റെ തൊള്ളയിൽ കൂടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവിൻ ദൂതന്മാരെ എന്ന് ഈ അള്ളാഹു പറയുന്നുവെങ്കിൽ മുഹമ്മദിന് വട്ടാണ് എന്ന് മക്കക്കാർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇതിലും വലിയൊരു തെളിവ് വേറെ എന്താ വേണ്ടത്? നിശ്ചയമായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം, ഞാൻ നിങ്ങളുടെ റബ്ബുമാകുന്നു, ആകയാൽ നിങ്ങൾ എന്നോട് ഭക്തി കാണിക്കുവിൻ. ആരോടായി പറയുന്നത്? ഏത് ദൂതന്മാരോടായി പറയുന്നത്? ഈ വൈരുദ്ധ്യം മനസ്സിലാക്കിയ തഫ്സീറുകാർ ബ്രാക്കറ്റിലിട്ടിട്ട് അവർക്ക് വായി തോന്നിയത് എഴുതി വെച്ചിട്ട് ഇതിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഒരു മാറ്റവും ഇല്ലാന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇതാ അമാനി മൗലവി ഇതായിരുന്നു എല്ലാവരോടും കൽപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവി സ്വന്തം ഭഗവരായത്തെ അവിടെ തിരികെ ചേർത്തിട്ട് ഒരു ബ്രാക്കറ്റാണ്. ഇതാണ് മുഫസ്സിറുകൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് പഴയ കാര്യമാണ് പറയുന്നത് എന്നാക്കി. അപ്പോൾ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയും നിങ്ങൾ സൽക്കർമ്മം ചെയ്യുകയും ദൂതന്മാരേ എന്ന് മുഹമ്മദിൻ്റെ വായിലൂടെ അള്ളാഹു വർത്തമാനകാല ക്രിയയിൽ വിളിച്ചു പറഞ്ഞ കാര്യം ഭൂതകാല ക്രിയയാക്കി മാറ്റിക്കൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളെ വർത്തമാനം ഭൂതമാക്കി മാറ്റുകയാണ് ഇവിടെ മുഫസ്സിറുകൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഖുർആനിലെ വാക്യങ്ങളുടെ അവസ്ഥ. ഇതുകൊണ്ടാണ് മുഹമ്മദിനെ മക്കക്കാർ ഭ്രാന്തൻ, വട്ടൻ എന്ന് വിളിച്ചത്. മക്കക്കാരെ കുറ്റപ്പറയാൻ പറ്റും. ആ മക്കക്കാർ ഈ മുഹമ്മദിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവർക്ക് നമ്മൾ നരകമാണോ കൊടുക്കേണ്ടത്, അതോ അവാർഡാണോ കൊടുക്കേണ്ടത്? ഇനി 53-ാമത്തെ വാക്യം, എന്നാൽ അവർ തങ്ങളുടെ കാര്യത്തെ തങ്ങൾക്കിടയിൽ കണ്ടം തുണ്ടമായി മുറിച്ചെടുത്തു കളഞ്ഞു, ഓരോ കക്ഷിയും തങ്ങളുടെ അടുക്കലുള്ളത് കൊണ്ട് സംതൃപ്തരാണ്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരർത്ഥവുമില്ല. അവർ തുണ്ടം തുണ്ടമാക്കി തങ്ങളുടെ കാര്യത്തെ തങ്ങൾക്കിടയിൽ കണ്ടം തുണ്ടമാക്കി മുറിച്ചു കളഞ്ഞു, ഓരോ കക്ഷിയും തങ്ങളുടെ അടുക്കലുള്ളത് കൊണ്ട് സംതൃപ്തരാണ്. ഇവിടെയാണ് മുഹമ്മദിൻ്റെ കഥ പരുവപ്പെടുത്തുന്നത്. ഇതുവരെ ലോകത്ത് മുഹമ്മദ് പറഞ്ഞ കഥയുമായിട്ട് ഒരു ദൂതനും വന്നിട്ടില്ല, ഒരു കിതാബും വന്നിട്ടില്ല, അങ്ങനെ ഒരു മതവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മുഹമ്മദിനറിയാം. പക്ഷേ മുഹമ്മദ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കഥകളും, ഇതുവരെ വന്നിട്ടുള്ള എല്ലാ മതങ്ങളും, ഇതുവരെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന എല്ലാ പ്രവാചകന്മാരും തൻ്റെ അതേ ദൗത്യവുമായി വന്നവരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന ഒരു കള്ളത്തരമാണ് ഇത്. അവരെല്ലാവരും, ഈ ദൂതന്മാരെല്ലാവരും വന്ന് ഇതെല്ലാം പഠിപ്പിച്ചിട്ടും അവരെല്ലാവരും വ്യത്യസ്ത സമുദായങ്ങളായി തുണ്ടം തുണ്ടമായി പോയി. അതാണ് വ്യാഖ്യാനം. ഇതിൽ ഖുർആനിൽ വായിച്ചാൽ അതൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഖുർആനിൽ ഒരു ഗ്രാമറും ഇല്ല. അങ്ങനെ തുണ്ടം തുണ്ടമായിട്ട് ഓരോ ദൂതനും ഓരോ മതത്തിൻ്റെ ആളായി മാറി. അങ്ങനെ ലോകത്ത് പല മതങ്ങളും പല ദൈവങ്ങളും പല വിശ്വാസങ്ങളും ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് മുമ്പ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആൾക്കാർ അതെല്ലാം തുമ്പില്ലാതാക്കി ഓരോരുത്തരും ഓരോ മതങ്ങളായിട്ട് തുണ്ടം തുണ്ടമായി പോയി. ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളെയും കൊണ്ടുപോയി. അള്ളാഹു എവിടെ ഇല്ലാതായി, അള്ളാഹുവിൻ്റെ ഏകസമുദായം എവിടെ ഇല്ലാതായി, അള്ളാഹുവിൻ്റെ ഇസ്ലാം മതം എവിടെ ഇല്ലാതായി. ലോകത്തെവിടെയും അള്ളാഹു കൊടുത്തയച്ച ഒരു ദൗത്യത്തിൻ്റെ ഒരു ഫോസിൽ കഷ്ണം പോലും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ ഈ ദൗത്യം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്നാണ് ഇവിടെ മുഹമ്മദ് പറയുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കീൻ, ഞാൻ പറയുന്നത് വിശ്വസിക്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞതിനാണ്. ഒരു ബ്രഹ്മാണ്ഡ പോയത്തക്കാരനാണ് അള്ളാഹു എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു ഈ 1,24,000 ദൂതന്മാരെ അയച്ചിട്ട് അള്ളാഹു ഒരു പഠിച്ചോ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം പഠിപ്പിച്ചിട്ട് ആ കാര്യം ലോകത്തോർക്കും മനസ്സിലായില്ല. ഈ വന്ന ദൂതന്മാരൊക്കെ വേറെ വേറെ തുണ്ടം മതങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയി. തുണ്ടം വേറെ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്ന മതങ്ങളാക്കിയിട്ട് ലോകം മുഴുവൻ മാറ്റിയിട്ട് പോയി. അള്ളാഹു പറഞ്ഞയച്ചത് വെള്ളത്തിലായി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമോ? ഒരു ദൈവമുണ്ടെങ്കിൽ ഒരു ദൈവത്തിന് ഇത്രയും വലിയ പരാജയം സംഭവിക്കുമോ? ഇല്ല. ഇതൊക്കെ മുഹമ്മദിൻ്റെ കഥ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പൊട്ടക്കഥ മെനഞ്ഞുണ്ടാക്കിയതിൻ്റെ ഒരു രൂപം മാത്രമാണ്. ഇവിടെ മുഹമ്മദ് സ്ഥാപിക്കുകയാണ്. മുഹമ്മദ് പറഞ്ഞതാണ് യഥാർത്ഥ മതമെന്നും അതിനു മുമ്പുള്ള മതങ്ങളൊക്കെ തെറ്റിപ്പോയതാണെന്നും അതെല്ലാം
ആൾക്കാർ കേടുവരുത്തിയതാണെന്നും തുണ്ടമുണ്ടമാക്കിയതാണെന്നും അള്ളാഹു കൊടുത്തയച്ച ദൗത്യം യഥാർത്ഥത്തിൽ ഈ ദൂതന്മാർക്കൊന്നും എവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നും എത്തിച്ചവരെല്ലാവരും പരാജയപ്പെട്ടു എന്നും ലോകത്തെവിടെയും ആ ദൗത്യത്തിൻ്റെ ഒരു കഷ്ണം പോലും ബാക്കിയില്ലാതെ അത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് വിശ്വസിച്ച് എൻ്റെ സമുദായമായിട്ട് എൻ്റെ മതമായിട്ട് നിങ്ങളെല്ലാവരും മാറിക്കോളീൻ എന്ന കഥയാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത്. ഈ കഥ തന്നെയാണ് ഈ ഖുർആൻ പമ്പര വിഡ്ഢിത്തമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം ഒരു ദൈവം ഇത്രയും വലിയൊരു പാഴ്വേല പൊട്ടപ്പോഴത്തം ചെയ്തു എന്നും ആ പൊട്ടപ്പോഴത്തം ചെയ്ത് അത് സമ്പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അവസാനം മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഒരു ദൗത്യവും കൊണ്ട് വന്നതാണ് എന്നും പറഞ്ഞാൽ ആ ദൈവത്തിനെ പിന്നെ വിശ്വസിക്കാൻ കൊള്ളുമോ? ആ ദൈവത്തിൻ്റെ കഥയും കൊണ്ട് പറഞ്ഞ മുഹമ്മദിന് വട്ടാണ് എന്ന് മക്കക്കാർ പറഞ്ഞാൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് മെഡിക്കൽ പരിശോധന നടത്തേണ്ട കാര്യമൊന്നുമില്ല. വേറെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ മാതിരി വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും ആണ് ഇദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾ പരിഹസിച്ച് പുച്ഛിച്ച് തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞത്. കായികമായിട്ടൊന്നും ഉപദ്രവിക്കാതെയും തല്ലിക്കൊല്ലാതെയും ഒരു സഹതാപത്തോടു കൂടി അയാളുടെ ഈ ഭ്രാന്തിനെ അവർ അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം ഇതുപോലുള്ള വഷളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും ഒരു ദൈവം എന്ന സങ്കല്പത്തെ പോലും അങ്ങേയറ്റം പരിഹസിക്കുന്ന വിരോധാഭാസങ്ങളും ആണ് അദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതുകൊണ്ടാണ് ഈ മതവും ഇതുപോലെ പരാജയപ്പെട്ടത്. ഈ മതം പിന്നെ എന്തായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ ഫിത്ന എന്നുള്ള പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞത്. മുഹമ്മദിന് ശേഷം അവിടെ എന്താ സംഭവിച്ചത്, ഇന്ന് ലോകത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് മുഹമ്മദ് കൊണ്ടുവന്ന മതം തുണ്ടമാവാതെ നിലനിൽക്കുന്നത്? ഇവിടെ തുണ്ടമായി എന്നുള്ള പരാതിയാണ് മറ്റു മതങ്ങളെക്കുറിച്ചും മറ്റു പ്രവാചകന്മാരെക്കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞത്. എന്നിട്ട് മുഹമ്മദ് കൊണ്ടുവന്ന അവസാനത്തെ മതം തുണ്ടമായില്ലേ? തുണ്ടമായി എന്ന് മാത്രമല്ല, അതിൽ ഒറിജിനൽ തുണ്ട ഏതാണ് എന്ന് ബാക്കിയുണ്ടോയെന്ന് പോലും അറിയാത്ത വിധത്തിൽ തൂഫാനായിപ്പോയ കഥയാണ് ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കഥ മൊത്തം ഫ്ലോപ്പാണ് എന്ന് ഈ കഥ തന്നെയാണ് നമ്മുടെ മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കണമെങ്കിൽ ചില്ലറ അഭ്യാസമൊന്നും പോരാ എന്നുള്ളതാണ് നമ്മൾ ഈ വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബ്രാക്കറ്റ് ഇട്ടിട്ട് അള്ളാഹിൻ്റെ വചനങ്ങൾ ഇങ്ങനെ വായി തോന്നിയതുപോലെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് ഉരുട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 53 വാക്യങ്ങളോടുകൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും തുടരാം.